പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ വാർത്ത ഇത് ഇന്നലെ ന്യൂസ് മലയാളം പുറത്തുവിട്ടത് പെട്ടെന്നൊരു ദിവസം പുറത്തുവിട്ട ഒരു വാർത്തയല്ല. കഴിഞ്ഞ കുറച്ചു നാളുകളായി ഈ വിഷയത്തിന് പുറകിൽ തന്നെയായിരുന്നു ന്യൂസ് മലയാളം. ഷീന മാർട്ടിന്റെ ജീവന് പോലും ഭീഷണി ഉണ്ടായ പല സാഹചര്യങ്ങളും ഈ നേരിടുകയുണ്ടായി. അതിനുശേഷമാണ് കൃത്യമായി കാര്യങ്ങൾ ഡേറ്റകൾ ശേഖരിച്ച ശേഷം ഇക്കാര്യം പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. അതിന് പിന്നാലെ ഈ വാർത്ത വന്നു. അത് പൊതുസമൂഹം ചർച്ചയാക്കി. മന്ത്രിമാർ ഇടപെട്ടു, തൊഴിൽ വകുപ്പ് ഇടപെട്ടു, അതിൽ അന്വേഷണം പ്രഖ്യാപിച്ചു. പോലീസിന് ഗത്യന്തരമില്ലാതെ കേസെടുക്കേണ്ടി വന്നു. യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചുകളൊക്കെ ഉണ്ടായി. ഈ ഒരു സാഹചര്യത്തിൽ ചില മാധ്യമങ്ങളെങ്കിലും കരുതിക്കൂട്ടി ഇതിനെ തെറ്റെന്ന് വരുത്തി തീർക്കാനുള്ള തരത്തിലുള്ള ചർച്ചകളുമൊക്കെ പല ഭാഗങ്ങളിൽ നടക്കുന്നുണ്ട്. പക്ഷേ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ന്യൂസ് മലയാളം എന്നും പ്രേക്ഷകർക്കൊപ്പമാണ്. സമൂഹത്തിൽ നടക്കുന്ന അനീതികൾക്കെതിരെ ശബ്ദമുയർത്താൻ തന്നെയാണ് ന്യൂസ് മലയാളത്തിന്റെ തീരുമാനം. എന്തനീതി നടത്താലും അത് പുറത്തു കൊണ്ടുവരാൻ തന്നെയാണ് ന്യൂസ് മലയാളത്തിന്റെ തീരുമാനവും. അതുകൊണ്ട് തന്നെയാണ് ഈ പുതിയ അപ്ഡേറ്റിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ന്യൂസ് മലയാളം പോകുന്നതും. ഇപ്പോൾ പ്രചരിക്കുന്ന ദൃശ്യങ്ങൾ വ്യാജമല്ല എന്നുള്ള ഒരു ഉദ്യോഗാർത്ഥി തന്നെ പറയുന്ന ശബ്ദരേഖയാണ് ഇപ്പോൾ നമ്മൾ കരുതുന്നത്. ഷീന മാർട്ടിനോട് നമുക്കിപ്പം. ഷീന, പലതരത്തിലുള്ള വാർത്തകൾ പ്രചരിക്കുമ്പോഴും ഇതൊന്നും സത്യമല്ല, നടന്ന സംഭവങ്ങൾ ഈ ക്രൂരത നേരിട്ട ഉദ്യോഗാർത്ഥികൾ തന്നെ പറയുന്നുണ്ട്, സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഈ കാണുന്നതൊന്നും കെട്ടിച്ചമച്ചതല്ല, കള്ളമല്ല, ഈ ദൃശ്യങ്ങളിലൊക്കെ സത്യമാണ്, തങ്ങൾ നേരിട്ട കൊടും ക്രൂരതയാണെന്ന് പറയാം ഷീന. തീർച്ചയായും ചെയ്തു. ഡയറക്റ്റ് മാർക്കറ്റിംഗ് കമ്പനിയിൽ അല്ലെങ്കിൽ മാർക്കറ്റിങ്ങിന് എന്ന് പറഞ്ഞ് വിളിക്കുന്ന കുട്ടികളെ കൊണ്ട് ചെയ്യിക്കുന്ന ക്രൂരതകളാണ് നമ്മൾ പുറത്തുവിട്ടത്. അതിൽ ഈ ക്രൂരതകൾ, ഈ പറയുന്ന ക്രൂരത അനുഭവിച്ച കുട്ടികളുടെ അനുഭവങ്ങളോടുകൂടിയാണ് നമ്മൾ ഓരോ വാക്കും പറയുന്നത്. അതായത് ഈ പറയുന്ന കുട്ടികൾ അവിടെ നിന്ന് അവർ അനുഭവിച്ചു വന്നിട്ടുള്ള ഓരോ ദിവസവും അവർക്ക് ഓരോ തവണ വിളിക്കുമ്പോഴും പറയാനുള്ളത് ഓരോ അനുഭവങ്ങളാണ്. അത്രയധികം ഓരോ രാവും അവിടെ അവർ ഈ ക്രൂരകൃത്യത്തിന് അല്ലെങ്കിൽ ഈ മനുഷ്യത്വരഹിതമായ ഈ പ്രവൃത്തിക്ക് അവർ ഇരയായിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ഈ രണ്ട് കുട്ടികൾ ഇത്തരത്തിൽ ഇപ്പോഴും ഇതേ കമ്പനിയിൽ ജോലി ചെയ്യുന്നവരാണ്. അവർ എന്തുകൊണ്ടാണോ ഞങ്ങളിത് ചെയ്തത് തമാശയ്ക്കാണെന്ന് പറയുമ്പോൾ പോലും, തമാശയ്ക്കാണെങ്കിൽ പോലും ഒരു മനുഷ്യന് കണ്ടിരിക്കാൻ പറ്റാത്ത അത്രയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ പുറത്തുവിട്ടിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിൽ ആ കുട്ടികൾ, അവിടെ നിൽക്കുന്ന കുട്ടികൾ ഇത് അനുഭവിക്കുന്ന, അതായത് നിന്റെ സ്ഥാനം കഴിഞ്ഞാൽ, നീ നടക്കുന്ന ഈ സ്ഥാനം കഴിഞ്ഞാൽ അടുത്തത് ഞാനാണ് എന്ന ബോധ്യമുള്ള ഒരുത്തനാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത്. അത്രയധികം പേടിച്ചിട്ടാണ് ഓരോ കുട്ടിയും അവിടെ ജീവിക്കുന്നത് എന്നുള്ളതിന് ഇതിനേക്കാൾ വലിയ തെളിവ് നമുക്ക് നൽകാനില്ല ചെയ്തു. തീർച്ചയായും ഷീന. അത് മാത്രമല്ല, ഇന്നലെ നമ്മൾ ഈ വാർത്ത പുറത്തുവിട്ടതിന് പിന്നാലെ തന്നെ എത്ര ഭാഗത്ത് നിന്നാണ് ഓരോരുത്തരും തങ്ങൾ ഇക്കാര്യങ്ങൾ അനുഭവിച്ചിരുന്നു, തങ്ങൾ ഇക്കാര്യങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ട് എന്ന തരത്തിൽ ഈ യൂട്യൂബിൽ കമന്റുകളായും അല്ലാതെ നമ്മുടെ ഓഫീസിലേക്ക് വിളിക്കുകയും കഴിഞ്ഞ ദിവസം ഈ നിഖിലിനോട്, നമ്മുടെ കണ്ണൂരിലെ നിഖിലിനോട് വിളിച്ച ഒരാൾ സംസാരിച്ചതൊക്കെ നമ്മൾ വൈകുന്നേരം കേട്ടതാണ്, അയാളുടെ ശബ്ദ സന്ദേശമൊക്കെ. പിന്നീട് ഇത് എങ്ങനെയാണ് ഈ ഒരു ഇത്രയും മനുഷ്യത്വരഹിതമായ കാര്യത്തെ അത് വ്യാജമാണ്, ദൃശ്യങ്ങൾ സഹിതം പുറത്തുവിടുമ്പോൾ അങ്ങനെയൊക്കെ പ്രചരിപ്പിക്കാൻ കഴിയുന്നത് എങ്ങനെയാണ് എന്ന് ഉള്ള കാര്യം മനസ്സിലാകും. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മാധ്യമ ധാർമ്മികത എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അത് മുറുകെ പിടിക്കുന്നവർ തന്നെയാണ് ന്യൂസ് മലയാളം. ഷീന, ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് നടപടികൾ എങ്ങനെയാണ്? പോലീസ് ഇപ്പോൾ ഇതിൽ ഇടപെട്ടിട്ടുണ്ട്. ഈ പോലീസ് നടപടി എങ്ങനെയാണ്? തൊഴിൽ വകുപ്പിന്റെ അന്വേഷണം എങ്ങനെയാണ്? അതുകൂടി പറയാം. സേതുലക്ഷ്മി, പോലീസ് ഈ വാർത്തയിൽ ഇടപെട്ടിട്ടുണ്ട്. വാർത്ത വന്നതിനെ തുടർന്ന് ഗത്യന്തരമില്ലാതെ എന്ന് തന്നെ പറയേണ്ടി വരും. അങ്ങനെയാണ് പോലീസിനെ കേസെടുക്കേണ്ടി വന്നിട്ടുള്ളത്. തൊഴിൽ വകുപ്പും വാർത്തയിൽ ഇടപെട്ടിട്ടുണ്ട്. ജില്ലാ ലേബർ ഓഫീസർ ഇന്ന് റിപ്പോർട്ട് സമർപ്പിക്കും. ജില്ലാ ലേബർ ഓഫീസായിരിക്കും ഇന്ന് സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കുക. ആ റിപ്പോർട്ടിൽ എന്തൊക്കെയാണ് ഉള്ളതെന്നാണ് ഇനി അറിയാനുള്ളത്. ഏതൊക്കെ തരത്തിലാണ് ആ റിപ്പോർട്ട് പോകുന്നതെന്നാണ് അറിയേണ്ടതുള്ളത്. ജില്ലാ ലേബർ ഓഫീസിലേക്ക് എത്രത്തോളം പരാതികൾ വന്നിട്ടുണ്ട്, അതേപോലെ ഈ ക്രൂരകൃത്യത്തെക്കുറിച്ച് ജില്ലാ ലേബർ ഓഫീസർക്ക് ഇതിനു മുൻപ് പരാതികൾ വന്നിട്ടുണ്ടോ, ഈ കാര്യങ്ങളിലൊക്കെ വ്യക്തത വരുത്തേണ്ടതുണ്ട്. ആദ്യം ജില്ലാ ലേബർ ഓഫീസർ പുറത്തുവിടുന്ന റിപ്പോർട്ടിനാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ആ റിപ്പോർട്ട് വരട്ടെ, അതിനുശേഷമായിരിക്കും എത്രത്തോളം പരാതികളാണ് ജില്ലാ ലേബർ ഓഫീസർക്ക് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ വന്നിട്ടുള്ളത്, അതിനെക്കുറിച്ചുള്ള മറ്റു നടപടികൾ എന്തൊക്കെയായിരുന്നു, പാലാരിവട്ടം സ്റ്റേഷനിലും പെരുമ്പാവൂർ സ്റ്റേഷനിലും നൽകിയ പരാതികൾ മേലെടുത്ത നടപടികൾ എന്തൊക്കെ, ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ തന്നെ ശേഖരിക്കേണ്ടതുണ്ട്. ഓക്കെ ഷീന, വ്യക്തമാണ്. അപ്പോൾ ഈ തൊഴിൽ പീഡനവുമായി ബന്ധപ്പെട്ടുള്ള
നടപടികൾ അതിൽ തൊഴിൽ വകുപ്പ് ഇടപെട്ടിട്ടുണ്ട്. അന്വേഷണം നടക്കുന്നു. പോലീസ് ഗത്യന്തരമില്ലാതെ ഇടപെട്ടു. അതിൽ അന്വേഷണം നടക്കുന്നുണ്ട്. ഇനി അന്വേഷണ റിപ്പോർട്ടിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. പീഡനത്തിനിരയായ യുവാക്കളുടെ പ്രതികരണങ്ങളുമാണ് നമ്മൾ കേട്ടത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഷീന മാർട്ടിൻ കൊച്ചിയിൽ നിന്ന്.